ഇറാഖിലെ എർബിലിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ യുഎസ് സൈനിക താവളത്തിന് സമീപം നടന്ന ഡ്രോൺ ആക്രമണവും തകർക്കപ്പെടലുകളും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള സങ്കീർണമായ പരോക്ഷ പോരാട്ടത്തെ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. മേഖലയിലെ തന്ത്രപ്രധാനമായ അമേരിക്കൻ ഇൻസ്റ്റലേഷനുകൾ ലക്ഷ്യമിട്ട് നടന്ന ഈ പുതിയ നീക്കം പശ്ചിമേഷ്യൻ സൈനിക വൃത്തങ്ങളിൽ വൻ സുരക്ഷാ ആശങ്കകളാണ് ഉയർത്തിവിട്ടിരിക്കുന്നത്. ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തന്ത്രപ്രധാനമായ അമേരിക്കൻ സൈനിക കേന്ദ്രത്തിന് സമീപം ഡ്രോൺ പതിക്കുന്നതിന്റെയും സ്ഫോടനങ്ങളുടെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും പുറത്തുവന്ന ദൃശ്യങ്ങളുടെ ആധികാരികതയും അത് ചിത്രീകരിച്ച കൃത്യമായ തീയതിയും സ്വതന്ത്ര ഏജൻസികൾ ഇനിയും പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല. ഇർബിൽ വിമാനത്താവളത്തിനും യുഎസ് സൈനിക താവളത്തിനും സമീപം തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങളും കറുത്ത പുക ഉയരുന്നതും കണ്ടതായി പ്രദേശവാസികളും സെക്യൂരിറ്റി സ്രോതസ്സുകളും സ്ഥിരീകരിക്കുന്നു. മുൻ ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഈ താവളം ലക്ഷ്യമാക്കി ആക്രമണ ശ്രമങ്ങൾ നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ സംഭവം ഉണ്ടാകുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതിനെ തുടർന്ന് തിരിച്ചടി നടപടികൾ തങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇറാൻ വൃത്തങ്ങൾ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ മേഖലയിലുടനീളമും പുകയുന്ന സംഘർഷത്തിന് പൂർണ്ണമായ ശമനം ഉണ്ടായിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് എർബിലിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഗൗരവകരമായ ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോഴും സൈനിക നടപടികൾക്കുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ ശ്രമിക്കുമ്പോഴും കടുത്ത മുന്നറിയിപ്പുകളാണ് ട്രംപ് ഭരണകൂടം നൽകുന്നത്. ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന സമീപനമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സ്വീകരിച്ചത്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ തലസ്ഥാനമായ ഇർബിൽ അമേരിക്കൻ സൈനിക ഉപദേശകർക്കും വൻ വ്യോമ നാവിക സംവിധാനങ്ങൾക്കും ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ എർബലിലെ സുരക്ഷാ പാളിച്ച അമേരിക്കൻ സൈനിക തന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ പിന്തുണയുള്ള പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾ ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യതയോടെ ആക്രമണം നടത്താൻ പ്രാപ്തരാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാവുന്ന ഇത്തരം ആക്രമണ ഡ്രോണുകൾ തടയുന്നത് ആധുനിക യുഎസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്നു. മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ എർബിൽ താവളത്തിന് സമീപമുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സ്ഫോടനങ്ങൾ നടക്കുന്നത് ദൃശ്യമാണെങ്കിലും നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് പെന്റഗൺ ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. ഇത്തരം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൈനിക വൃത്തങ്ങൾക്കിടയിൽ കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിമരുന്ന് ഇടുന്നുണ്ട്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ പോരാട്ടം കേവലം ഇറാഖിൽ മാത്രം ഒതുങ്ങുന്നില്ല. പേർഷ്യൻ ഉൾക്കടലിലെയും ചെങ്കടലിലെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കൊപ്പം ഇറാഖിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുന്നതും പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ഇറാഖ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മണ്ണിൽ നടക്കുന്ന ഈ പ്രോക്സി യുദ്ധം വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും അതേസമയം യുഎസ് ഇറാൻ പോരാട്ടത്തിന്റെ കളരിയായി ഇറാഖ് മാറുന്നത് തടയാനും ബാഗ്ദാദ് ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലാണ്. അമേരിക്കയുടെ ബാഹ്യ സമ്മർദ്ദ തന്ത്രങ്ങൾക്കെതിരെ റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുമായി തങ്ങൾക്ക് ശക്തമായ നയതന്ത്ര ബദലുകൾ ഉണ്ടെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി കഴിഞ്ഞു. ഏകപക്ഷീയമായ ഉപരോധങ്ങളും ഭീഷണികളും വഴി ഇറാന്റെ സൈനിക തന്ത്രങ്ങളെ മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നും അദ്ദേഹം അടിവരയിട്ടു. പെന്റഗണിന്റെ സൈനിക നയങ്ങൾ അനുസരിച്ച് തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് ശക്തമായ തിരിച്ചടി നൽകാൻ അമേരിക്ക ഏതു നിമിഷവും സജ്ജമാണ്. ട്രംപിന്റെ വിരുദ്ധ പ്രസ്താവനകളും കടുത്ത നിലപാടുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ ആഗോള ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട്. മേഖലയിലെ സഖ്യരാജ്യങ്ങളായ ഇസ്രയേൽ, സൗദി അറേബ്യ തുടങ്ങിയവരുടെ സുരക്ഷാ ആശങ്കകളും ഇത്തരം ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നു. തങ്ങളുമായി സഹകരിക്കുന്ന രാജ്യങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങളിൽ നിന്ന് സാധാരണക്കാർ മാറി നിൽക്കണമെന്ന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് ബാഹ്യമായി പറയുമ്പോഴും യഥാർത്ഥ യുദ്ധക്കളത്തിൽ കനത്ത ജാഗ്രതയും ആക്രമണ തയ്യാറെടുപ്പുകളുമാണ് ഇരുപക്ഷവും നടത്തുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ എപ്പോൾ വേണമെങ്കിലും സ്ഫോടനാത്മകമായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വീഴാം എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇർബിലിലെ യുഎസ് താവളം സുരക്ഷിതമാക്കാൻ അത്യാധുനിക സർഫസ് ടു എയർ മിസൈലുകളും കൗണ്ടർ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും ആവർത്തിച്ചുള്ള ഈ ഡ്രോൺ ഭീഷണികൾ അവയുടെ ഫലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നു.
ആധുനിക യുദ്ധമുറകളിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ചെറുകിട ഡ്രോണുകൾ പരമ്പരാഗത വൻകിട സൈനിക താവളങ്ങൾക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന എർബിൽ സംഭവം അടിവരയിടുന്നു. തന്ത്രപ്രധാന സൈനിക ഇൻസ്റ്റാളേഷനുകൾ സംരക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക സൈനിക ചെലവുകൾ ഉണ്ടാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥിരീകരിക്കപ്പെട്ട ഉപഗ്രഹ ചിത്രങ്ങളും പെന്റഗണിന്റെ ഔദ്യോഗിക വിശദീകരണങ്ങളും പുറത്തുവരുന്നതോടെ മാത്രമേ ഇർബിൽ ആക്രമണത്തിൽ അമേരിക്കൻ താവളത്തിന് സംഭവിച്ച യഥാർത്ഥ നാശനഷ്ടങ്ങൾ എന്താണെന്ന് വിലയിരുത്താൻ സാധിക്കൂ. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പുതിയ രീതിയിലുള്ള പ്രകോപനങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടാകാത്തിടത്തോളം തിരിച്ചടികൾ നിർത്തിവെക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നതും വരും ദിവസങ്ങളിലെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരവസ്ഥയിലാണ് പശ്ചിമേഷ്യ ഇപ്പോൾ ഉള്ളത്. അന്താരാഷ്ട്ര സമാധാന താൽപര്യങ്ങൾക്ക് വൻ ഭീഷണിയാകുന്ന ഈ സൈനിക അസ്ഥിരത അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ലോകവ്യാപകമായി ശക്തമാകുന്നുണ്ട്.